Welcome to Flavors of India. അപ്പോൾ വീണ്ടും നമ്മൾ ബോട്ടിൽ കയറി ആനയിറങ്ങൽ ഡാമിലൂടെയുള്ള മറ്റൊരു മടക്കയാത്ര. അതെ അതെ, ആനയുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ എല്ലാം. എന്തായാലും കൊള്ളാം. എത്ര രസമല്ലേ. നമ്മളിപ്പോൾ വീട് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്. ആനയിറങ്ങൽ ഡാമിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക നമ്മളൊരു ബോട്ടിൽ. സിനിമാക്കാരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ആ ലൊക്കേഷനിൽ കണ്ടില്ലേ, ഡാമിൻ്റെ ആ പരിസരത്ത് തന്നെ ഉണ്ട്, ലൈറ്റ്സൊക്കെ കാണാം. അപ്പം നമ്മളെന്തായാലും ബുദ്ധിപരമായിട്ട് ബാക്കി ഭാഗത്തേക്കെല്ലാം പോയതുകൊണ്ട് ശരിക്കും ആനയിറങ്ങൽ ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ കറങ്ങി നടക്കാറ്. ഞാനിങ്ങനെ ആലോചിക്കാൻ ഇനി എന്തൊക്കെയാണ് ആനയുള്ള ഭാഗത്ത് എവിടെയെങ്കിലും കൂടി ഒന്ന് പോയാലോ ഒരാഗ്രഹം. കൊക്കുപാറ, അതായത് കൊക്കുകൾ വന്നിരിക്കുന്ന പാറയുടെ അടുത്തുള്ള ആ ഒരു തുരുത്ത്, ആ ഭാഗത്ത് ആന ഉണ്ടെന്നാണ് പറയുന്നത്. ചിന്നക്കനാൽ ഭാഗമാണ്, അവിടെ എല്ലാ റിസോർട്ടുകളാണ് ആ കാണുന്ന ബിൽഡിങ്സ് എല്ലാം. അത് ഏറ്റവും വലുതായിട്ട് കാണുന്നതാണ് ക്ലബ് മഹേന്ദ്രയുടെ റിസോർട്ടാണ്. അവർക്ക് അവിടെ നിന്നുള്ള വ്യൂ ഈ തടാകം തന്നെയാണ്. ഈ ശരിക്കും ആനയിറങ്ങൽ ഡാം അവിടെ നല്ല വ്യൂ ആണ്. നമ്മൾ കൊക്കുപാറയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഈ കാണുന്നതാണ് കൊക്കുപാറ. കൊക്കുകൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. അരക്കകത്തേക്ക് പോകും. പിന്നെ ഈ ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് നടക്കും. ഇതൊക്കെയാണ് ജോലി. ചിലപ്പോൾ വെള്ളത്തിൽ ക്രോസ് ചെയ്തു പോകും. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. വെള്ളത്തിലിങ്ങനെ നീന്തി പോയി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാൻ പറ്റുന്നത് എത്ര രസമായത് തന്നെ. എന്ത് ചെയ്യാൻ, ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, രക്ഷയില്ല. അങ്ങനെ രസകരമായ ഒരു സവാരിയും കഴിഞ്ഞൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് വലുതായി വരുന്നു, ഉറച്ചു തുടങ്ങുന്നു. നമുക്ക് ആ ഭാഗത്താണ് എത്തേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ സേഫ്. അങ്ങനെ രസകരമായ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യാത്ര, അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു ഭാഗമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. അപ്പോൾ എന്തായാലും ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സ്ഥിരമായി വരുന്ന ടൂറിസ്റ്റ് റൂട്ടുകളിലൂടെ സഞ്ചരിച്ച് ഒരു റിസോർട്ടിൽ താമസിച്ച് കുറച്ച് നേരം അവിടെ കടന്നുറങ്ങി ആഹാരമൊക്കെ കഴിച്ച് പോകുന്നതിനെക്കാട്ടിലും രസമല്ലേ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇങ്ങനെ വള്ളം തഴിഞ്ഞ് ബോട്ട് തഴിഞ്ഞ് ആൾക്കാർ പോകുന്നു, സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ. ആനയെക്കുറിച്ചുള്ള കഥകൾ. മഴ ഉറയ്ക്കുന്നു. ചെറുതായിട്ട് കൂടി വരാണ് മഴയുടെ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും. കുട പിടിച്ചിരിക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട. നമുക്ക് നല്ല രസം. നമ്മളിപ്പോൾ പൂപ്പാറ ജംഗ്ഷനിലെത്തി നിൽക്കുവാണ്. പൂപ്പാറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാന്തംപാറയ്ക്കും പിന്നെ രാജാപാറയ്ക്കും എല്ലാം അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ മറ്റ് വ്യൂ പോയിൻറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയ ജംഗ്ഷൻ പോയിൻ്റാണ്. ഇതാണ് ഇവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഓരോരോ ടൗൺഷിപ്പുണ്ട്. അപ്പോൾ ഈ പൂപ്പാറ ഒരു പ്രധാന ടൗൺഷിപ്പാണ്. കണ്ടില്ലേ, ഇവിടെ ധാരാളം വാഹനങ്ങൾ, ഒരുപാട് കടകൾ, പിന്നെ ജീപ്പ് ഹയർ ചെയ്യണമെങ്കിൽ ഓട്ടോറിക്ഷ, ഇതെല്ലാം ഇവിടെയാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പൂപ്പാറയിലെ ശ്രീകൃഷ്ണ ഹോട്ടലിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഓണർ ശ്രീ കുമാരൻ ചേട്ടൻ്റെ കടയാണിത്. ഇത് വളരെ പഴക്കം ചെന്ന കടയാണ്. ഏകദേശം 74 ഓൺവേർഡ്സ് ഈ കട ഇവിടെ ഉണ്ട് പൂപ്പാറയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൽ വന്നിട്ട് 18 ഇയേഴ്സ്, 18 വർഷമായി. ശരിയല്ലേ? പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്. 18 വർഷമായി പൂപ്പാറയിൽ ശ്രീകൃഷ്ണ ഹോട്ടൽ വന്നിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും മെയിനായിട്ടുള്ള ഹോട്ടൽ അച്ഛൻ തുടങ്ങിയ രാജാക്കാട്ടിൽ ശ്രീകൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ വർഷങ്ങളായിട്ട് നടത്തി, 65 വർഷത്തോളമായി അല്ലേ. പിന്നെ ഒരു മുട്ട, എണ്ണ, കറിവേപ്പില, പുഴുങ്ങിയ മുട്ട, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ബീഫ് ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇത്രയും
ക്വാണ്ടിറ്റിയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 2 കിലോ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, 1/2 കിലോ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര കുറച്ച് കപ്പ വേവിച്ചതെടുത്തിട്ട് ഇച്ചിരി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇച്ചിരി ചേർത്ത് പിന്നെ ബീഫ് കറിയിൽ നിന്നും കുറച്ച് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്.